ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച ഒരു തിയറമാണിത്. ഫോർ എനി പോസിറ്റീവ് ഇൻറ്റിജർ n, ലിമിറ്റ് x ടെൻസ് ടു a, x റൈസ് ടു n മൈനസ് a റൈസ് ടു n ബൈ x മൈനസ് a ഈക്വൽ ടു n ഇൻറ്റു a റൈസ് ടു n മൈനസ് 1. അതായത് n ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആണെങ്കിൽ ലിമിറ്റ് x ടെൻസ് ടു x റൈസ് ടു n മൈനസ് a റൈസ് ടു n ബൈ x മൈനസ് എയുടെ വാല്യൂ എന്തായിരിക്കും? n ഇൻറ്റു a റൈസ് ടു n മൈനസ് 1 ആയിരിക്കും. ഇനി n ഒരു റാഷണൽ നമ്പറും അതുകൊണ്ട് a പോസിറ്റീവ് ആവുകയാണെങ്കിലും ഈ തിയറം വാലിഡ് ആയിരിക്കും. അതായത് എ പോസിറ്റീവായി വരുന്ന കേസിൽ n റാഷണൽ നമ്പർ ആയാലും മതി, ഈ തിയറം വാലിഡായി കിട്ടും. അപ്പോൾ ഈ തിയറത്തെ ബേസ് ചെയ്ത് ലിമിറ്റ്സ് കാണാനുള്ള ക്വസ്റ്റ്യൻസ് ആനുവൽ എക്സാമിന് പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഏതാനും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് റൈസ് ടു 4 മൈനസ് 16 ബൈ എക്സ് മൈനസ് 2. നമ്മുടെ തിയറത്തിലെ ഇക്വേഷനുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. എന്നൊരു പോസിറ്റീവ് ഇൻറ്റിജറാണ്. ഇത് എക്സ് റൈസ് ടു n മൈനസ് 2 എ റൈസ് ടു n എന്നുള്ള രൂപത്തിൽ വരില്ലേ? 16 എന്ന് പറയുന്നത് 2 റൈസ് ടു 4 ആണ്. അപ്പോൾ നമ്മളത് കമ്പയർ ചെയ്ത് നോക്കുക. എക്സ് റൈസ് ടു 4 കാണുമ്പോൾ ഇത് 2 റൈസ് ടു 4 ആണോ എന്ന് നമ്മൾ നോക്കുക. എക്സ് 2ലേക്കാണ് പോകുന്നത്, അപ്പോൾ 2 റൈസ് ടു 4 ആണോ എന്ന് നമ്മൾ നോക്കണം. നമുക്കിതിനെ എങ്ങനെ എഴുതാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് റൈസ് ടു 4 മൈനസ് 16 ബൈ എക്സ് മൈനസ് 2 ഈക്വൽ ടു ലിമിറ്റ് x tends to 2 x raised to 4 minus 2 raised to 4. 2 raised to 4 ആണ് 16 by x minus 2. ഇനി നോക്കുക, ഇത് ഈ തിയറത്തിൻ്റെ ലെഫ്റ്റ് സൈഡിനോട് ഈക്വലാണ്. നോക്കിയാൽ എൻ്റെ സ്ഥാനത്ത് 4ഉം എയുടെ സ്ഥാനത്ത് 2 വന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്താണ്? തിയറം ഉപയോഗിക്കുമ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് 4 ഇൻറ്റു എ റൈസ് n ഇൻറ്റു എ റൈസ് ടു n മൈനസ് 1 ആണ്. എയുടെ സ്ഥാനത്ത് 2 വന്നു. 2 റൈസ് ടു 3, 4 മൈനസ് 1 3. ദാറ്റ്സ് ഈക്വൽ ടു 4 ഇൻറ്റു 8 ഈക്വൽ ടു 32. അടുത്ത ക്വസ്റ്റ്യൻ, ദി വാല്യൂ ഓഫ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് റൈസ് ടു n മൈനസ് എ റൈസ് ടു n ബൈ എക്സ് മൈനസ് എ ഈക്വൽ ടു ഡാഷ്. ഡയറക്റ്റായിട്ട് ഇക്വേഷൻ ചോദിച്ചിരിക്കുകയാണ്. Then B part, evaluate limit x tends to 1 x raised to 15 minus 1 by x raised to 10 minus 1. അപ്പോൾ എ പാർട്ടിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റൈസ് ടു n മൈനസ് എ റൈസ് ടു n ബൈ എക്സ് മൈനസ് എ ഈക്വൽ ടു n ഇൻറ്റു എ റൈസ് ടു n മൈനസ് 1. അപ്പോൾ ഇതുപയോഗിച്ചാണ് ഇവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി നമുക്കത് ഗസ് ചെയ്യാം. ഇതുപയോഗിച്ചായിരിക്കും ഇത് ചെയ്യേണ്ടത്. കാരണം അതിനു വേണ്ടിയായിരിക്കും എ പാർട്ടിൽ ഇത് ചോദിച്ചിരിക്കുന്നത്. കൂടുതലും അങ്ങനെയേ വരാറുള്ളൂ. ദെൻ ബി പാർട്ട് നോക്കുക. അപ്പോൾ ഇവിടെ എക്സ് റൈസ് ടു 15 ആണ് ന്യൂമറേറ്റർ. എക്സ് റൈസ് ടു 15 മൈനസ് 1 ബൈ എക്സ് മൈനസ് 1 ആയിരുന്നെങ്കിൽ നമുക്ക് അത് രീതി ചെയ്യാമായിരുന്നു. കാരണം എക്സ് റൈസ് ടു 15 മൈനസ് 1 റൈസ് ടു 15 നമുക്ക് എഴുതാം. കാരണം 1 റൈസ് ടു 15 1 തന്നെയാണല്ലോ. ഡിനോമിനേറ്ററിലും അതുപോലെ ഡിനോമിനേറ്റർ പക്ഷേ എക്സ് റൈസ് ടു 10 മൈനസ് 1 എന്നാണ്. അപ്പോൾ നമുക്കിതിന് ചെറിയ മാറ്റം വരുത്താം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് റൈസ് ടു 15 മൈനസ് 1 ബൈ എക്സ് റൈസ് ടു 10 മൈനസ് 1 ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1. നമ്മൾ ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ന്യൂമറേറ്ററിനെ എക്സ് മൈനസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ഡിനോമിനേറ്ററിനെയും ഡിവൈഡ് ചെയ്യും. ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരേ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ ആ റേഷ്യോയ്ക്ക് മാറ്റമൊന്നും വരുന്നില്ല. എക്സ് റൈസ് ടു 15 മൈനസ് 1 എന്നുള്ളത് നമുക്ക് 1 റൈസ് ടു 15 എന്നാക്കാമല്ലോ. ബൈ എക്സ് മൈനസ് 1 ബൈ എക്സ് റൈസ് ടു 10 മൈനസ് 1 റൈസ് ടു 10 ബൈ എക്സ് മൈനസ് 1 എന്നായി. ഇപ്പോൾ നോക്കിയേ, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പോൾ എക്സ് മൈനസ് 1 കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഡിവൈഡ് ചെയ്തു. വിച്ച് ഈസ് ഈക്വൽ ടു, ഇനി നമുക്ക് രണ്ട് ലിമിറ്റ് ആക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് റൈസ് ടു 15 മൈനസ് 1 റൈസ് ടു 15 ബൈ എക്സ് മൈനസ് 1 ബൈ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് റൈസ് ടു 10 മൈനസ് 1 റൈസ് ടു 10 ബൈ എക്സ് മൈനസ് 1. ഇനി നമുക്ക് ഈ തിയറം അപ്ലൈ ചെയ്യാം. ഇവിടെ നോക്കുക, n ഇൻറ്റു എ റൈസ് ടു n മൈനസ് 1 എന്നാണല്ലോ വരേണ്ടത്. ഇവിടെ എന്നിൻ്റെ സ്ഥാനത്ത് 15ഉം എയുടെ സ്ഥാനത്ത് 1ഉം. അപ്പോൾ 15 ഇൻറ്റു 1 റൈസ് ടു 14 ബൈ ഇവിടെ എന്നിൻ്റെ സ്ഥാനത്ത് 10 ആണ്. 10 ഇൻറ്റു 1 റൈസ് ടു 9. ദാറ്റ്സ് ഈക്വൽ ടു 15 by 10
ഈക്വൽ ടു 3/2. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 x³ - 27/x² - 9. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 x³ - 27/x² - 9. ഡയറക്റ്റായിട്ട് 3 അപ്ലൈ ചെയ്താൽ 0/0 ഫോം വരും. അപ്പോൾ വേറൊരു കാര്യം നമുക്ക് ഈ ഇക്വേഷൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു x⁻n - a⁻n/x - a ഈക്വൽ ടു n × a⁻n-1 എന്ന ഇക്വേഷൻ ഉപയോഗിക്കാമെന്ന് നോക്കാം. ന്യൂമറേറ്റർ നോക്കുക, x³ - 3³ ആണ്. x³ - 3³ അവർ ഡിവൈഡഡ് ബൈ x-3 ഉണ്ടായിരുന്നെങ്കിൽ നമുക്കത് ആ ഇക്വേഷൻ ഉപയോഗിക്കാനും. ഇവിടെ ഡിനോമിനേറ്ററോ x² - 3² ആണ്. നമുക്ക് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും x-3 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. which is equal to limit x tends to 3 x³ - 3³/x-3 by x² - 3² അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? രണ്ട് ലിമിറ്റിനെ രണ്ടാക്കുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 x³ - 3³/x-3 by ലിമിറ്റ് x tends to 3 x² - 3²/x-3 which is equal to ഇതിപ്പോൾ n × a⁻n-1 എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാനുള്ള പാകത്തിനായി. അപ്പോൾ എന്ത് വരും? 3 × 3⁻n-1 3⁻3 3² കിട്ടും. ദെൻ ഡിനോമിനേറ്ററോ 2 × n 2 ആണ്. 2 × 3⁻2 that is 2 × 3 that's equal to 3 യും 3യും ക്യാൻസൽ ചെയ്യും, പോയിട്ട് 9/2 ആൻസർ കിട്ടും. ഈ ക്വസ്റ്റിനെ നമുക്ക് മറ്റൊരു രീതിയിലും ചെയ്യാം. നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 x³ - 27/x² - 9. നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ x³ - 3³ ആണിത്. ഡിനോമിനേറ്ററിൽ ഒരു x-3 ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആ ഇക്വേഷൻ ഉപയോഗിക്കാമായിരുന്നു. അപ്പോൾ ഈ x² - 9നെ നമുക്ക് x+3 × x-3 എന്ന് എഴുതാമല്ലോ. അപ്പോൾ അവിടുന്ന് വേണമെങ്കിൽ നമുക്ക് x-3 കൊണ്ടുവരാം. which is equal to ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 x³ - 3³ by x-3 × x+3 എന്ന് എഴുതാം. then which is equal to limit x tends to 3 x³ - 3³ by x-3 into 1/x+3. നമുക്കിനി രണ്ട് ലിമിറ്റാക്കി മാറ്റാം. which is equal to limit x tends to 3 x³ - 3³ by x-3 into limit x tends to 3 1/x+3 which is equal to ഇത് നമ്മുടെ ഇക്വേഷൻ ഉപയോഗിക്കാവുന്ന n × a⁻n-1 എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാവുന്ന രൂപത്തിലാണ്. n-ൻ്റെ സ്ഥാനത്ത് 3യും a-യുടെ സ്ഥാനത്തും 3. അപ്പോൾ 3 × 3⁻3 ദാറ്റ് ഈസ് 3 × 3² ഇൻറ്റു ഈ ലിമിറ്റ് എന്ത് വരും? 1/x+3. എക്സിന് 3 എന്ന് കൊടുക്കുമ്പോൾ 1/6 വരും ഇൻറ്റു 1/6 which is equal to എന്ത് വരും? ഈ 3യും ഇതിലെ ഒരു 3യും ക്യാൻസലായി പോകും, പോയിട്ട് 9/2 എന്നതിന് ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 x⁻7 - 1/x⁻4 - 1. ഡയറക്റ്റായിട്ട് 1 അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 0/0 ഫോം വരും. ദെൻ നമുക്കിതിനെ എങ്ങനെ എഴുതാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 x⁻7 - 1/x⁻4 - 1. നോക്കുക, ന്യൂമറേറ്റർ നോക്കുക, x⁻7 - 1 അതായത് x⁻7 - 1/7 നമുക്കാക്കാം. ബൈ x-1 ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് തീർത്തിലെ ഇക്വേഷൻ ഉപയോഗിക്കാമായിരുന്നു. അപ്പോൾ നമുക്ക് ഡിനോമിനേറ്ററിലും ഒരു ബൈ x-1 ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആ ഇക്വേഷൻ ഉപയോഗിക്കാം. അപ്പോൾ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമ്മൾ x-1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരേ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വാല്യൂവിന് വ്യത്യാസമൊന്നും വരുന്നില്ല. which is equal to limit x tends to 1 x⁻7 - 1/7/x-1. നമുക്ക് ആ ഇക്വേഷൻ്റെ രൂപത്തിലേക്ക് വരാൻ വേണ്ടിയാണ് 1/7 എഴുതുക. ബൈ x⁻4 - 1/4/x-1
വിച്ച് ഈസ് ഈക്വൽ ടു രണ്ട് ലിമിറ്റ് ആക്കാമല്ലോ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് റൈസ് ടു 7 മൈനസ് 1 റൈസ് ടു 7 ബൈ എക്സ് മൈനസ് 1 ബൈ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് റൈസ് ടു 4 മൈനസ് 1 റൈസ് ടു 4 ബൈ എക്സ് മൈനസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് റൈസ്. ഇത് ഇപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് റൈസ് ടു എൻ മൈനസ് എ റൈസ് ടു എൻ ബൈ എക്സ് മൈനസ് എ എന്നുള്ള രൂപത്തിലായി. എയുടെ സ്ഥാനത്ത് 1ഉം എന്നിൻ്റെ സ്ഥാനത്ത് 7ഉമായി. നമുക്ക് ആ ഇക്വേഷൻ ഉപയോഗിക്കാം. എൻ ഇൻറ്റു എ റൈസ് ടു എൻ മൈനസ് 1 ദാറ്റ് ഈസ് 7 ഇൻറ്റു 1 റൈസ് ടു 6 ബൈ ഡിനോമിനേറ്ററും അതേ രൂപത്തിൽ തന്നെ എന്നിൻ്റെ സ്ഥാനത്ത് 4ഉം എയുടെ സ്ഥാനത്ത് 1ഉം. അപ്പോൾ 4 ഇൻറ്റു 1 റൈസ് ടു 4 മൈനസ് 1 1 ക്യൂബ് ദാറ്റ് ഈസ് 7 ബൈ 4 എന്ന് വാല്യൂ കിട്ടും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു മൈനസ് 1 എക്സ് റൈസ് ടു 5 പ്ലസ് 1 ബൈ എക്സ് പ്ലസ് 1. ഡയറക്റ്റായിട്ട് -1 അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 0/0 ഫോം വരും. പിന്നെ നമുക്ക് എന്ത് ചെയ്യാമെന്ന് നോക്കാം. നമുക്കിവിടെ ഫാക്ടറൈസ് ചെയ്യാവുന്ന, ഇതൊന്നും ഫാക്ടറൈസ് ചെയ്യാൻ എളുപ്പമല്ല. അപ്പോൾ നമുക്ക് ചെയ്യാവുന്നത്, നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് റൈസ് ടു എൻ മൈനസ് എ റൈസ് ടു എൻ ബൈ എക്സ് മൈനസ് എ എന്നുള്ള രൂപത്തിലേക്ക് ഇതിനെ കൊണ്ടുവരാമോ എന്ന് നോക്കാം. എക്സ് ടെൻസ് ടു -1 ആണ്. അപ്പോൾ നമുക്കിതിനെ ചെറിയ മാറ്റം വരുത്തിയാൽ ആ രൂപത്തിലെത്തിക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു -1 എക്സ് റൈസ് ടു 5 പ്ലസ് 1 ബൈ എക്സ് പ്ലസ് 1 ഈക്വൽ ടു, നമുക്കതിനെ ഇങ്ങനെ എഴുതാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു -1 എക്സ് റൈസ് ടു 5 മൈനസ് -1 ആക്കാം. അപ്പോൾ +1 ആവുമല്ലോ. ബൈ എക്സ് മൈനസ് -1. ഇനി -1 റൈസ് ടു 5ഉം -1 തന്നെയാണല്ലോ. അപ്പോൾ ഇതിനെ നമുക്ക് -1 റൈസ് ടു 5 എന്നും എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു -1 എക്സ് റൈസ് ടു 5 മൈനസ് -1 റൈസ് ടു 5 ബൈ എക്സ് മൈനസ് -1. അപ്പോൾ നോക്കിയേ, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റൈസ് ടു എൻ മൈനസ് എ റൈസ് ടു എൻ ബൈ എക്സ് മൈനസ് എന്നുള്ള രൂപത്തിലായി. n5. അപ്പോൾ n5ഉം എ -1. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്താണ്? n ഇൻറ്റു എ റൈസ് ടു എൻ -1 അല്ലേ. 5 ഇൻറ്റു -1 റൈസ് ടു 5 -1 റൈസ് ടു 4. ഇനി -1 റൈസ് ടു 4 +1 വരും. ദാറ്റ് ഈസ് 5 ഇൻറ്റു 1 ഈക്വൽ ടു 5 എന്ന് നമുക്ക് വാല്യൂ കിട്ടും. ഓക്കെ. ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 SQ മൈനസ് 8 ബൈ S² മൈനസ് 4. ഡയറക്റ്റായിട്ട് എക്സിന് 2 എന്ന് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇത് 0/0 ഫോമിലേക്ക് പോവുകയുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 XQ മൈനസ് 8 ബൈ X² മൈനസ് 4. ഫാക്ടറൈസ് ചെയ്യാൻ അറിയാവുന്നുണ്ടെങ്കിൽ ഫാക്ടറൈസ് ചെയ്യാം. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഫാക്ടറൈസ് ചെയ്ത് നോക്കാം. AQ മൈനസ് BQ ഈക്വൽ ടു A മൈനസ് ബി ഇൻറ്റു A² പ്ലസ് AB പ്ലസ് B² എന്നൊരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ഇതുപയോഗിച്ച് ന്യൂമറേറ്റർ ഫാക്ടറൈസ് ചെയ്യാം. ദെൻ ഡിനോമിനേറ്റർ എന്താണ്? A² മൈനസ് B² ഈക്വൽ ടു A മൈനസ് ബി ഇൻറ്റു A പ്ലസ് ബി, അല്ലെ A പ്ലസ് ബി ഇൻറ്റു A മൈനസ് ബി എന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. ഇത് രണ്ടും ഉപയോഗിച്ചാൽ എന്ത് കിട്ടും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 ഇത് x³ മൈനസ് 2³ അല്ലേ. x³ മൈനസ് 2³ ബൈ X² മൈനസ് 2² ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 ദെൻ x³ മൈനസ് 2³ നമുക്ക് ഈ രൂപ ഉപയോഗിക്കാം. അതായത് x മൈനസ് 2 ഇൻറ്റു X² പ്ലസ് 2x പ്ലസ് 4 ബൈ എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 2. ഇതിനകത്ത് x മൈനസ് 2 ക്യാൻസൽ ആവും. വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 X² പ്ലസ് 2x പ്ലസ് 4 ബൈ എക്സ് പ്ലസ് 2. ഇനി ഡയറക്റ്റായിട്ട് വാല്യൂ കൊടുക്കുക. വാല്യൂ കൊടുത്തു കഴിയുമ്പോൾ ഡിനോമിനേറ്റർ 4, ന്യൂമറേറ്റർ എന്ത് വരും? 2² പ്ലസ് 2 ഇൻറ്റു 2 പ്ലസ് 4 ദാറ്റ്സ് ഈക്വൽ ടു 4 പ്ലസ് 4 പ്ലസ് 4 12/4 ദാറ്റ്സ് ഈക്വൽ ടു 3 എന്ന് വാല്യൂ കിട്ടും. ഇനി ഈ ഇക്വേഷൻസ് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പഠിച്ച മാർഗത്തിൽ, നമ്മൾ ഈ തിയറത്തിൽ പഠിച്ച മാർഗത്തിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് റൈസ് ടു എൻ മൈനസ് എ റൈസ് ടു എൻ ബൈ എക്സ് മൈനസ് എ എന്ന രൂപത്തിൽ ചെയ്യാം. അതും നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 XQ മൈനസ് 8 ബൈ X² മൈനസ് 4 ഈക്വൽ ടു,
ഇത് നോക്കുക, ന്യൂമറേറ്റർ എന്താണ്? എസ് ക്യൂബ് മൈനസ് 2 ആണ്. ബൈ എക്സ് മൈനസ് 2 ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആ തിയറം അപ്ലൈ ചെയ്യാമായിരുന്നു. അപ്പം ഡിനോമിനേറ്ററിനെ നമുക്ക് എസ് മൈനസ് 2 ഇൻറ്റു എസ് പ്ലസ് 2 എന്ന് ഫാക്ടറൈസ് ചെയ്യാമല്ലോ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് ക്യൂബ് മൈനസ് 2 ക്യൂബ് ബൈ എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 2. നീ എന്ത് ചെയ്യാം? രണ്ട് ലിമിറ്റാക്കി മാറ്റാം. വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് ക്യൂബ് മൈനസ് 2 ക്യൂബ് ബൈ എക്സ് മൈനസ് 2 ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 1 ബൈ എക്സ് പ്ലസ് 2. ഡയറക്റ്റ് വാല്യൂ കൊടുത്താൽ മതി. ഇവിടെ എക്സ് മൈനസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് റൈസ് ടു എൻ മൈനസ് എ റൈസ് ടു എൻ ബൈ എക്സ് മൈനസ് എന്നുള്ള രൂപത്തിലാണ്. എന്നിൻ്റെ സ്ഥാനത്ത് 3യും എയുടെ സ്ഥാനത്ത് 2വും. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്താണ്? എൻ ഇൻറ്റു എ റൈസ് ടു എൻ മൈനസ് 1 ആണല്ലോ. അപ്പോൾ 3 ഇൻറ്റു 2 റൈസ് ടു 3 മൈനസ് 1 ദാറ്റ് ഈസ് 2 സ്ക്വയർ ഇൻറ്റു അടുത്ത ലിമിറ്റോ 1 ബൈ 2 പ്ലസ് 2 വിച്ച് ഇസ് ഈക്വൽ ടു എന്തോരും 3 ഗുണം 4 ഇൻറ്റു 1 ബൈ 4. 4ഉം 4ഉം ക്യാൻസലായിട്ട് 3 തന്നെ ആൻസർ കിട്ടും. ഇവിടെ കിട്ടിയത് തന്നെ. ഇതിലേതാണ് എളുപ്പമാർഗ്ഗം എന്ന് വെച്ചാൽ ആ രീതിയിൽ ചെയ്യുക. ഇതെനിക്ക് തോന്നുന്നു ഇതായിരിക്കും എളുപ്പമാർഗ്ഗം. ഇനി ഒരു മാർഗ്ഗം കൂടെ ഉണ്ട്. എന്ത് ചെയ്യണം? എക്സ് മൈനസ് 2 കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഡിവൈഡ് ചെയ്യുക. വീണ്ടും ഇതേ ഇക്വേഷൻ 2 പ്രാവശ്യം ഈ ഇക്വേഷൻ ഇവിടെ ഉപയോഗിച്ച ഇക്വേഷൻ ഉണ്ടല്ലോ, ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് റൈസ് ടു എൻ മൈനസ് എ റൈസ് ടു എൻ ബൈ എക്സ് മൈനസ് എന്നുള്ള ഇക്വേഷൻ 2 പ്രാവശ്യം ഉപയോഗിക്കുക. അതിലേറ്റവും എളുപ്പമാർഗ്ഗം എനിക്ക് തോന്നുന്നു ഇതായിരിക്കും ഇവിടെ അപ്ലൈ ചെയ്യാൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് 0 റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് മൈനസ് 1 ബൈ എക്സ്. ഇപ്പോൾ ഡയറക്റ്റായിട്ട് നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റില്ല. ഇതിനകത്ത് ഇത് എക്സ് 0 പോകുമ്പോൾ 0/0 ഫോമാണ് നമുക്ക് കിട്ടുക. ദെൻ നമുക്ക് ഫാക്ടേഴ്സ് ആക്കി കോമൺ ഫാക്ടറുകൾ ക്യാൻസൽ ചെയ്യാനും സാധിക്കില്ല. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇതിനെ ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് റൈസ് ടു എൻ മൈനസ് എ റൈസ് ടു എൻ ബൈ എക്സ് മൈനസ് എ എന്ന രൂപത്തിലേക്ക് മാറ്റാം. അതിനുവേണ്ടി ചെയ്യേണ്ടത് പുട്ട് y is equal to 1 plus x. നോക്കുക, നമ്മുടെ ലിമിറ്റ് എക്സ് 0യിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആസ് എക്സ് ടെൻസ് ടു 0, എക്സ് 0യിലേക്ക് പോകുമ്പോൾ ഈ y എങ്ങോട്ട് പോകും? ഇതിനകത്ത് എക്സ് 0യിലേക്ക് എടുക്കുമ്പോൾ y എങ്ങോട്ട് എടുക്കും? 1ലേക്ക് എടുക്കും. ദെൻ y ടെൻസ് ടു 1, y 1ലേക്ക് പോകും. അപ്പോൾ നമുക്ക് ഈ ലിമിറ്റ് എങ്ങനെയാവും? ഒരു കാര്യം കൂടെ നമ്മൾ എഴുതണം. ഈ എക്സിൻ്റെ വാല്യൂ ദെൻ എക്സ് ഈക്വൽ ടു, ഇവിടെ എക്സ് ഉണ്ടല്ലോ, ആ എക്സിന് പകരം എന്ത് കൊടുക്കും? എക്സ് ഈക്വൽ ടു വൈ മൈനസ് 1 എന്നും കിട്ടും നമുക്ക്. എക്സ് ഈക്വൽ ടു വൈ മൈനസ് 1. നമുക്ക് ഇത് മാറ്റി എഴുതാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് മൈനസ് 1 ബൈ എക്സ് ഈക്വൽ ടു 1 പ്ലസ് എക്സിന് നമ്മൾ വൈ എന്ന് കൊടുക്കും. ദാറ്റ് ഈസ് റൂട്ട് ലിമിറ്റ് y ടെൻസ് ടു 1. വൈയുടെ ടേംസിലേക്ക് ഇത് മുഴുവൻ വൈയിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ലിമിറ്റും മാറ്റി കൊടുക്കണം. y ടെൻസ് ടു 1 റൂട്ട് y മൈനസ് 1 ബൈ എക്സിന് പകരം എന്ത് കൊടുക്കുക? y മൈനസ് 1 കൊടുക്കുക. ഇപ്പോൾ നോക്കിയേ, ഇത് ലിമിറ്റ് y ടെൻസ് ടു 1 റൂട്ട് y മൈനസ് 1 ബൈ y മൈനസ് 1. റൂട്ട് y എന്നുള്ളത് y റൈസ് ടു 1/2 എന്ന് എഴുതാമല്ലോ. അപ്പോൾ നമുക്ക് ഈ 1നെയും 1 റൈസ് ടു 1/2 എന്ന് എഴുതാം. ഇസ് ഈക്വൽ ടു ലിമിറ്റ് y ടെൻസ് ടു 1 y റൈസ് ടു 1/2 മൈനസ് 1 റൈസ് ടു 1/2 ബൈ y മൈനസ് 1. ഇത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് റൈസ് ടു എൻ മൈനസ് എ റൈസ് ടു എൻ ബൈ എക്സ് മൈനസ് എ എന്നുള്ള രൂപത്തിലാണല്ലോ. ഇതിൻ്റെ ഇക്വേഷൻ എന്താണ്? എൻ ഇൻറ്റു എ റൈസ് ടു എൻ മൈനസ് 1 ആണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. എന്നിൻ്റെ സ്ഥാനത്ത് 1/2. 1/2 ഇൻറ്റു എയുടെ സ്ഥാനത്ത് 1 റൈസ് ടു 1/2 മൈനസ് 1/2 മൈനസ് 1 is equal to 1/2 into 1 raised to minus 1/2. എന്തു ആയിക്കോട്ടെ, 1 raised to ഏത് പവർ വന്നു കഴിഞ്ഞാലും 1 തന്നെ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് 0 എക്സ് പ്ലസ് 1 റൈസ് ടു 5 മൈനസ് 1 ബൈ എക്സ്. ഇവിടെയും നമുക്ക് രണ്ട് മാർഗ്ഗങ്ങൾ ഉപയോഗിക്കാം. ഒന്നുകിൽ എസ് പ്ലസ് 1 റൈസ് ടു 5 അതിൻ്റെ എക്സ്പാൻഷൻ അറിയാമെങ്കിൽ എസ് പ്ലസ് 1 റൈസ് ടു 5 കണ്ടിട്ട് അതിൽ നിന്ന് 1 കുറയ്ക്കുക. ദെൻ എല്ലാ ടൈമിനെയും എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ദെൻ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ ചെയ്യാവുന്ന ഒരു മാർഗ്ഗമാണ് ഇത്, എക്സ് പ്ലസ് 1ന് വൈ എന്ന് കൊടുക്കുക.
Put x plus 1 equal to y. Then x equal to എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടും? y മൈനസ് 1 എന്ന് കിട്ടും. ഇനി നമ്മുടെ ലിമിറ്റ് നോക്കുക. എക്സ് 0യിലേക്കാണ് പോകുന്നത്. ആസ് എക്സ് ടെൻസ് ടു 0 നോക്കുക. y സിക്കറ്റ് 1 പ്ലസ് എക്സ് ആണ്. എക്സ് 0യിലേക്ക് പോകുമ്പോൾ വൈയുടെ വാല്യൂ 1ലേക്ക് എടുക്കും. ദെൻ y ടെൻസ് ടു 1. എക്സ് 0യിലേക്ക് പോകുമ്പോൾ y 1ലേക്ക് എടുക്കും. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ചെയ്യാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് പ്ലസ് 1 ദി ഹോൾ റൈസ് ടു 5 മൈനസ് 1 ബൈ എക്സ് ഈക്വൽ ടു ലിമിറ്റ് മാറ്റി കൊടുക്കുന്നു. വൈയുടെ ടേംസിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ ഇതിനകത്ത് ഓരോ ടേമും വൈയിലേക്ക് മാറ്റുന്നു. അപ്പോൾ ലിമിറ്റും മാറ്റി കൊടുക്കുന്നു. ലിമിറ്റ് y ടെൻസ് ടു 1 y റൈസ് ടു 5 മൈനസ് 1 ബൈ എക്സിന് പകരം എന്ത് കൊടുക്കുക? y മൈനസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് y ടെൻസ് ടു 1 y raised to 5 minus 1 raised to 5 by y minus 1 which is equal to y 1ലേക്ക് പോകുമ്പോൾ ഇത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് റൈസ് ടു എൻ മൈനസ് എ റൈസ് ടു എൻ ബൈ എക്സ് മൈനസ് എ എന്നുള്ള രൂപത്തിലാണ്. ഇതിൻ്റെ എന്നിൻ്റെ സ്ഥാനത്ത് 5ഉം എയുടെ സ്ഥാനത്ത് 1ഉം വന്നു. അപ്പോൾ ഇതുവരും എൻ ഇൻറ്റു എ റൈസ് ടു എൻ മൈനസ് 1 ആണല്ലോ. 5 ഇൻറ്റു 1 റൈസ് ടു 4 വരും. ദാറ്റ്സ് ഈക്വൽ ടു 5. വാല്യൂ 5 കിട്ടും. ഈ പ്രോബ്ലം ചെയ്യാവുന്ന മറ്റൊരു മാർഗം ഇതിൻ്റെ എക്സ്പാൻഷൻ എഴുതുകയാണ് എന്ന് പറഞ്ഞിരുന്നു. അതായത് എക്സ് പ്ലസ് 1 റൈസ് ടു 5 എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് എ പ്ലസ് ബി ഹോൾ റൈസ് ടു എൻ അറിയാം. എന്താ? എൻ സി 0 എ റൈസ് ടു എൻ പ്ലസ് എൻ സി 1 എ റൈസ് ടു എൻ മൈനസ് 1 ബി പ്ലസ് എൻ സി 2 എ റൈസ് ടു എൻ മൈനസ് 2 ബി സ്ക്വയർ ആ രൂപത്തിൽ. അപ്പോൾ ഇവിടെ എയുടെ സ്ഥാനത്ത് എക്സും ബിയുടെ സ്ഥാനത്ത് 1ഉം ആണ്. ദെൻ എന്നിൻ്റെ സ്ഥാനത്ത് 5. അപ്പോൾ 5c0 x raised to 5 plus 5c1 x raised to 4 into 1 plus 5c2 s cube into 1 square plus 5c3 x square into 1 cube plus 5c4 x into 1 raised to 4 plus 5c5 x ഇല്ല x raised to 0 into 1 raised to 5 which is equal to 5c0 1 ആണ്. അത് ഞാൻ പറഞ്ഞിരുന്നു. ഏത് എക്സ്പാൻഷൻ്റെയും ഫസ്റ്റ് ടൈമിൻ്റെയും ലാസ്റ്റ് ടൈമിൻ്റെയും കോഎഫിഷ്യൻറ്റ് 1 ആയിരിക്കും. 1 ഇൻറ്റു എക്സ് റൈസ് ടു 5 ദെൻ 5c1 5 ആയിരിക്കും പ്ലസ് 5x റൈസ് ടു 4 പ്ലസ് 5c2 equal to 5 factorial by 2 factorial into 5 minus 2 factorial, that is 3 factorial, which is equal to 5 into 4 into 3 factorial by 2 into 3 factorial. 3 factorial cancel ചെയ്യും. 4ഉം 2ഉം കൂടെ ഡിവൈഡ് ചെയ്ത് 2 ന്യൂമറേറ്റർ വരും. അപ്പോൾ 5 into 2 10 കിട്ടും. അപ്പോൾ 10x ക്യൂബ്. ഇനി നമുക്കറിയാം ഇത് 6 ടേമുള്ള ഒരു എക്സ്പാൻഷനാണ്. 6 ടേമുള്ള ഒരു എക്സ്പാൻഷനാണ്. അപ്പോൾ ആദ്യത്തെ 3 ടേമിൻ്റെ അതേ കോഎഫിഷ്യൻസ് തന്നെ റിവേഴ്സ് ഓർഡറിലായിരിക്കും അടുത്തത് വരിക. വീണ്ടും 10x², അല്ലെങ്കിൽ ഓർക്കുക 5c2ഉം 5c3യും ഈക്വൽ ആയിരിക്കും. കാരണം NC6 NC(n-6) ഈക്വലാണ്. പ്ലസ് 5c4 5x പ്ലസ് 1 എന്നുള്ളതായിരിക്കും. അപ്പോൾ x പ്ലസ് 1 ഹോൾ റൈസ് ടു 5 x raised to 5 plus 5x raised to 4 plus 10x cube plus 10x² plus 5x plus 1 എന്നായിരിക്കും. Therefore, limit x tends to 0 x plus 1 the whole raised to 5 minus 1 by x equal to limit x tends to 0 x plus 1 the whole raised to 5 expansion നമുക്കറിയാം. x raised to 5 plus 5x raised to 4 plus 10x cube plus 10x² plus 5x plus 1 then minus 1 by x which is equal to, ഇതിനകത്ത് ബ്രാക്കറ്റ് മാറ്റി കഴിയുമ്പോൾ ഈ 1ഉം 1ഉം ക്യാൻസൽ ആവും. പിന്നെ ന്യൂമറേറ്ററിലെ ബാക്കിയുള്ള ടൈമിലെല്ലാം എക്സ് ഉണ്ടാവില്ല. നമുക്കൊരു എക്സ് കോമൺ എടുക്കാം.
ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് ഇൻറ്റു എക്സ് റൈസ് ടു 4 പ്ലസ് 5x³ പ്ലസ് 10x² പ്ലസ് 10x പ്ലസ് 5 എന്ന് വരും. ഓർക്കുക, ഇവിടുത്തെ 1 ക്യാൻസൽ ആവും, +1 -1. ദെൻ ബാക്കിയുള്ള എല്ലാ ടേംസിലും എക്സ് ഉണ്ട്, ആ എക്സിനെ കോമൺ എടുത്തു. ഡിവൈഡ് ബൈ എക്സ്. ദെൻ ഈ എക്സും ക്യാൻസൽ ചെയ്യാം. വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് റൈസ് ടു 4 പ്ലസ് 5x³ പ്ലസ് 10x² പ്ലസ് 10x പ്ലസ് 5. ദെൻ എക്സ് 0 കൊടുക്കുമ്പോൾ ഇതിലെ ആദ്യത്തെ 4 ടേംസ് 0 ആയി പോകും. ഈക്വൽ ടു 5 എന്ന് കിട്ടും. ഈക്വൽ ടു 5 ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ എക്സ് ഉള്ള ടൈം എല്ലാം 0 ആയി പോകും. അപ്പോൾ ഓർക്കുക, ഇതിനേക്കാളും എളുപ്പമുള്ള മാർഗ്ഗം ആദ്യം നമ്മൾ ചെയ്ത മാർഗ്ഗം തന്നെയാണ്. എങ്കിലും വ്യത്യസ്തമായ മറ്റൊരു മാർഗ്ഗം കൂടി ഉണ്ടെന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് പ്ലസ് 5 ദി ഹോൾ സ്ക്വയർ മൈനസ് 25/x. ഇവിടെ ഡയറക്റ്റ് എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ 0/0 ഫോമിൽ കിട്ടും. ദെൻ നമുക്ക് ഫാക്ടറൈസ് ചെയ്ത് ക്യാൻസൽ ചെയ്യാനൊന്നും സാധിക്കില്ല. അപ്പോൾ നമുക്ക് മറ്റു മാർഗ്ഗങ്ങൾ ആലോചിക്കാം. അതിനകത്ത് പുട്ട് y ഈസ് ഈക്വൽ ടു 5 പ്ലസ് എക്സ്. 5 പ്ലസ് എക്സിന് y എന്ന് കൊടുക്കുക, അല്ലെ എക്സ് പ്ലസ് 5ന് y എന്ന് കൊടുക്കുക. ദെൻ എക്സ് ഈക്വൽ ടു y മൈനസ് 5 ആയിരിക്കും. ഇനി ആസ് എക്സ് ടെൻസ് ടു 0 എക്സ് 0യിലേക്ക് പോകുമ്പോൾ y എങ്ങോട്ട് പോകും? y ടെൻസ് ടു എക്സ് 0യിലേക്ക് പോകുമ്പോൾ y 5ലേക്ക് എടുക്കും. y ടെൻസ് ടു 5. നമുക്കിതിനെ ഒന്ന് മാറ്റി എഴുതാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് പ്ലസ് 5 ദി ഹോൾ സ്ക്വയർ മൈനസ് 25/x ഈക്വൽ ടു, നമുക്കിതിനെയൊക്കെ വൈയുടെ ടേംസിലേക്ക് മാറ്റാം. അപ്പോൾ ലിമിറ്റും വൈയുടെ ടേംസിലേക്ക് മാറണം. ലിമിറ്റ് y ടെൻസ് ടു 5 y² മൈനസ് 25 എന്നുള്ളത് എന്താണ്? 5² ബൈ എക്സിന് പകരം y മൈനസ് 5 വിച്ച് ഈസ് ഈക്വൽ ടു, ഇതിപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് റൈസ് ടു n മൈനസ് എ റൈസ് ടു n ബൈ എക്സ് മൈനസ് എ എന്നുള്ള രൂപത്തിലാണ്. അതിൻ്റെ ഇക്വേഷൻ എന്താണ്? n ഇൻറ്റു എ റൈസ് ടു n മൈനസ് 1 ദാറ്റ് ഈസ് 2 ഇൻറ്റു 5 റൈസ് ടു 2 മൈനസ് 1 ദാറ്റ് ഈസ് 2 ഇൻറ്റു 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 10. അല്ലെങ്കിൽ ലിമിറ്റ് y ടെൻസ് ടു 5 y² മൈനസ് 5² ബൈ y മൈനസ് 5 എന്നുള്ളത് നമുക്ക് ഇങ്ങനെ എഴുതാം. കാണാം, ഈക്വൽ ടു ലിമിറ്റ് y ടെൻസ് ടു 5 y² മൈനസ് 5² എന്നുള്ളത് y പ്ലസ് 5 ഇൻറ്റു y മൈനസ് 5 ബൈ y മൈനസ് 5 എന്നാകും. ദെൻ y മൈനസ് 5ഉം y മൈനസ് 5ഉം ക്യാൻസൽ ചെയ്യാം. വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും? ലിമിറ്റ് y ടെൻസ് ടു 5 y പ്ലസ് 5 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 5 വാല്യൂ കൊടുക്കുമ്പോൾ 5 പ്ലസ് 5 ഈക്വൽ ടു 10 എന്ന് വാല്യൂ കിട്ടും. ഇതിലേത് രീതി വേണമെങ്കിലും നമുക്കത് ഉത്തരം കണ്ടുപിടിക്കാം.